അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ചക്ക കിട്ടിയിട്ടോ. ചക്ക കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല മധുരമാണെന്ന് വിചാരിക്കും നമ്മൾ അതിൻ്റെ കളറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ കഴിച്ചു നോക്കിയപ്പോഴല്ലേ അറിഞ്ഞത് ഒരു ലെവലേശം മധുരമില്ല. പക്ഷെ കിട്ടിയ ചക്കയല്ലേ അമ്പട, അവനെ വെറുതെ കളയാൻ പറ്റുമോ? അങ്ങനെ കളയാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ അതുകൊണ്ടൊരു അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനത് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്ത് വെന്തതിന് ശേഷം അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുത്തു. അത് നന്നായി കുറുക്കിയതിന് ശേഷം അതിലേക്ക് നാളികേരം, ചുക്കുപൊടി, ഏലക്കായ്പൊടി എന്നിവ ചേർത്ത് നന്നായി വരട്ടിയെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് എടുത്തു. വറുത്ത അരിപ്പൊടിയാണ് എടുത്തത്. വറുത്ത അരിപ്പൊടി നന്നായിട്ട് തിളച്ച വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുത്തത്. ഒരു കുറച്ച് ലൂസായ കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്ത് ഇല നല്ല വാട്ടിയതിന് ശേഷം ഇലയിൽ ഒരു ലേശം വെളിച്ചെണ്ണയും കൂടി പറ്റിയതിന് ശേഷം നമ്മൾ പരത്തി കൊടുത്തു. അതിലേക്ക് ഞാൻ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇലയുടെ 4 ഭാഗം മടക്കിയതിന് ശേഷം ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവിക്ക് ഒരു 20 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുത്തു. അതിൻ്റെ ശേഷം നമ്മൾ തുറന്നു നോക്കി, തണുത്തതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അട കേട്ടോ. അപ്പോൾ ഞാനിത് മധുരമില്ല പറഞ്ഞ് വെറുതെ കളഞ്ഞിരുന്നെങ്കിലോ.